ഹലോ നമസ്കാരം. ഇന്ന് ഒരു അവൽ വിളയിച്ചതിന്റെ വീഡിയോ ആണ് കേട്ടോ. നല്ല നാടൻ രീതിയിൽ എന്നാൽ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇത് ഓരോന്നും വറുത്ത് കോരി മാറ്റി നിന്ന് സമയമൊന്നും കളയണ്ട. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവൽ വിളയിച്ചതാട്ടോ. ദിനകരുതി രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടാവുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഞാൻ എന്താ നെയ്യ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാനിലേക്ക് ഒരു അടികട്ടിയുള്ള പാൻ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടുന്ന എള്ളാണ്. എള്ളും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളിത് ഞാൻ കഴുകി എടുത്തിട്ട് ഇട്ടതുകൊണ്ടാട്ടോ അത് അങ്ങനെ തിളക്കുന്നത്. കഴുകി ഉണക്കിയതാണെങ്കിൽ അത് കുഴപ്പമില്ല. കഴുകിയെന്ന് വെച്ചും കുഴപ്പമില്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ വെള്ളം വലിഞ്ഞു വെക്കോളൂ കേട്ടോ. ഒരു മിനിറ്റിന് ശേഷം ഞാൻ 1 കപ്പ് പൊട്ടുകടല എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് കപ്പലണ്ടി എടുക്കുന്നുണ്ട്. പീനട്സ് ഉണ്ടല്ലോ, അത് 1/2 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കപ്പലണ്ടി അല്ല വേണ്ടത്, ശരിക്കും പറഞ്ഞാൽ അണ്ടിപ്പരിപ്പാണ് വേണ്ടത്. കാഷ്യൂ നട്ട്സ് ആണ് വേണ്ടത്. അതില്ലാത്ത കൊണ്ട് ഞാൻ കപ്പലണ്ടി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും എടുത്തോ. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പൊട്ടുകടലയും കപ്പലണ്ടിയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് വറുത്തതാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തന്നെ വേണം. തേങ്ങയും ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം അവൽ ഇട്ട് കൊടുക്കുക. ഞാൻ ബ്രൗൺ അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു കട്ടിയുള്ള അവലില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് അവലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1-1.5 ടീസ്പൂണോ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്ക പൊടിച്ചതിന്റെ ഒപ്പം ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കട്ട ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കപ്പളവ് പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ തേങ്ങയൊക്കെ എടുത്ത അതേ കപ്പിൽ 2 കപ്പ് ഞാൻ ആദ്യം ചേർത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ മൊത്തം ഒരു 2.5 ഗ്ലാസ്, അതായത് 2.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ശർക്കര പാനി നമ്മൾ ഒഴിച്ചത് നന്നായിട്ട് വറ്റി കിട്ടണം കേട്ടോ. നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും വറുത്ത് മാറ്റി കോരി മാറ്റി അങ്ങനെ ചെയ്യണമെന്നില്ല. എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ചായക്കൊക്കെ കൊടുക്കാനും അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നപ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തം ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും സിമ്പിൾ ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം നോക്കാന്നുള്ളത്, ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിന് കിട്ടും കേട്ടോ നമുക്ക്. അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്